നമസ്കാരം. ലയണൽ മെസ്സിയെയും ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് കേട്ടപ്പോൾ ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും നെഞ്ചിൽ ഒരു തീപ്പൊരി മിന്നിയിരുന്നു. അങ്ങനെയൊരു മാസ് എൻട്രി മോഹിപ്പിച്ച് മലയാളികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ആ സ്വപ്ന വാഗ്ദാനത്തിനു പിന്നിൽ കോടികളുടെ നികുതി വെട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥയും പുറത്തുവന്നു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ അവകാശപ്പെട്ടത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് മെസ്സിയെയും സംഘത്തെയും കൊണ്ടുവരാൻ 126 കോടി രൂപ കൈമാറിയെന്നാണ്. എന്നാൽ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന തുക വിദേശത്തേക്ക് സേവനത്തിനായി നൽകുമ്പോൾ അതിൽ 22.68 കോടി രൂപ GST ആയി സർക്കാരിന്റെ ഖജനാവിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഭീമൻ തുക സർക്കാരിന് ലഭിച്ചില്ലത്രേ. കാഞ്ഞങ്ങാട് GST ഇന്റലിജൻസ് വിഭാഗമാണ് 2025 ജൂണിൽ ഈ ഗുരുതരമായ നികുതി വെട്ടിപ്പ് ആദ്യമായി കണ്ടെത്തിയത്. എന്തായാലും ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന അവകാശവാദത്തിന് പിന്നിൽ വലിയ വാണിജ്യ താൽപര്യങ്ങളും കോടികളുടെ സാമ്പത്തിക അജണ്ടകളുമായിരുന്നുവെന്ന് വ്യക്തമാകുന്ന തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മെസ്സി ശരിക്കും കേരളത്തിലെത്തിയിരുന്നുവെങ്കിൽ ചില സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അത് വലിയ ലോട്ടറി തന്നെയായി മാറുമായിരുന്നുവെന്ന് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിന്റെ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളെയും പദവിയെയും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം വാണിജ്യ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് ഇവിടെ ശ്രമം നടന്നത്. സംഭവത്തിൽ സ്പോൺസർ കമ്പനിയായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അന്നത്തെ സംസ്ഥാന സർക്കാരിനെ വരെ വിരട്ടുന്ന സ്ഥിതിയുണ്ടായെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2024 ഡിസംബർ 31 കമ്പനി സർക്കാരിന് നൽകിയ കത്ത് ഇതിന് വ്യക്തമായ തെളിവ് തന്നെയായിരുന്നു. ഒരു സ്വകാര്യ കമ്പനി ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയും സർക്കാർ ഉത്തരവുകളിൽ തിരുത്തലുകൾ ആവശ്യപ്പെടുകയും ചെയ്തത് തികച്ചും അസാധാരണവും ഗുരുതരവുമായ നടപടിയാണ്. 2024 ഡിസംബർ 24 സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ആദ്യ ഉത്തരവിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചകളെക്കുറിച്ചും RBCയുടെ സ്പോൺസർഷിപ്പിനെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. എന്നാൽ ചർച്ചകളിലെ കൃത്യമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ഈ ഉത്തരവിൽ വ്യക്തമല്ലെന്ന് കാണിച്ച് സ്പോൺസറിംഗ് കമ്പനി രംഗത്ത് വന്നു. തങ്ങൾക്ക് ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്നും ആവശ്യപ്പെട്ട് കമ്പനി സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. ഒരു സ്വകാര്യ വാണിജ്യ സ്പോൺസറും വിദേശ ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളുടെ എല്ലാ വ്യവസ്ഥകളും സർക്കാർ ഉത്തരവിൽ വ്യക്തമായി ഉൾപ്പെടുത്തണമെന്ന് കമ്പനി വാശി പിടിച്ചതാണ് ഇത്തരത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഔദ്യോഗിക മുദ്ര ഉപയോഗിച്ച് സ്വന്തം വാണിജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുമുള്ള ബോധപൂർവമായ നീക്കമാണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ടിൽ അടിവരയിടുന്നു. കമ്പനിയുടെ വിരട്ടലിന് വഴങ്ങി സർക്കാർ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉത്തരവ് തിരുത്തി നൽകിയെന്നതും ഞെട്ടിക്കുന്ന വിവരമാണ്. 2024 ഡിസംബർ 24 ഉത്തരവ് പ്രകാരം RBC എന്ന കമ്പനിക്ക് ഒരു സ്പോൺസർ എന്ന നിലയിൽ മത്സരം സംഘടിപ്പിക്കാനുള്ള അനുമതി മാത്രമാണ് നൽകിയിരുന്നത്. എന്നാൽ 2025 ജനുവരി 7 ഇറക്കിയ പുതിയ സർക്കാർ ഉത്തരവിൽ RBCക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നേരിട്ട് കരാറിൽ ഏർപ്പെടാൻ അനുമതി നൽകിയതായി തിരുത്തി രേഖപ്പെടുത്തി. 2024 ഡിസംബർ 27 സംസ്ഥാന സർക്കാർ കേന്ദ്ര കായിക മന്ത്രാലയത്തിന് അയച്ച ഔദ്യോഗിക കത്തിലും മെസ്സിയും സംഘവും കേരളത്തിൽ വരുമെന്ന് വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ക്ഷണം AFA സ്വീകരിച്ചുവെന്നും ഇരുപക്ഷവും പൊതുധാരണയിലെത്തിയെന്നും 2025 സെപ്റ്റംബർ 6 13 ഇടയിലുള്ള തീയതികളിൽ അർജന്റീന ടീം കേരളത്തിലെത്തുമെന്നായിരുന്നു കത്തിലെ വാഗ്ദാനം. എന്നാൽ കേന്ദ്രത്തിന് കത്തയക്കുന്ന സമയത്ത് AFAയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക ഉറപ്പോ ലയണൽ മെസ്സി കളിക്കുമെന്ന കരാറോ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷന്റെ അനുമതി പത്രമോ കളിക്കാരെ വിട്ടു നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള സ്ഥിരീകരണമോ ഉണ്ടായിരുന്നില്ല. യാതൊരുവിധ ഔദ്യോഗിക ഉറപ്പുകളുമില്ലാതെ ഒരു സ്വകാര്യ കമ്പനിയുടെ വാഗ്ദാനങ്ങൾ മാത്രം വിശ്വസിച്ചാണ് സർക്കാർ കേന്ദ്ര മന്ത്രാലയത്തെ പോലും തെറ്റിദ്ധരിപ്പിച്ചത്. കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടക്കേണ്ട ഇത്ര വലിയൊരു സംഭവത്തിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് പൂർണ്ണമായും കണ്ണടച്ചു നിൽക്കുകയായിരുന്നു. സ്പോൺസറുടെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചോ ഈ ഇടപാട് മൂലം ഉണ്ടാകാവുന്ന നികുതി ആഘാതങ്ങളെക്കുറിച്ചോ ആകെ ചെലവുകളെക്കുറിച്ചോ ഒരിടത്തും പ്രാഥമിക പരിശോധന പോലും നടന്നില്ല.
ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് സ്റ്റേഡിയം അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളും സുരക്ഷാ സന്നാഹങ്ങളും വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഭരണകൂടം ചിന്തിച്ചത് പോലുമില്ല. ധനകാര്യ വകുപ്പിന്റെയും സുരക്ഷാ ഏജൻസികളുടെയും ഭാഗത്തു നിന്നുണ്ടായ ഈ ഗുരുതര വീഴ്ച നിസ്സാരമായി കാണാനാകില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. ചുരുക്കത്തിൽ, കായിക പ്രേമികളുടെ വികാരത്തെ മുൻനിർത്തി ഒരു വലിയ സ്വകാര്യ കമ്പനിക്ക് ശതകോടികളുടെ വാണിജ്യ സാമ്രാജ്യമുണ്ടാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ വഴങ്ങിക്കൊടുക്കുകയായിരുന്നു. ഈ തട്ടിപ്പ് പദ്ധതി വിജയിച്ചിരുന്നുവെങ്കിൽ ചുരുക്കം ചിലർക്ക് അത് വലിയ സാമ്പത്തിക നേട്ടമായി മാറിയേനെ. എന്തായാലും ഇത്തരത്തിൽ കോളിളക്കമുണ്ടാക്കിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളും വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനവും നടന്നിട്ടുണ്ടോ എന്നാണ് കേന്ദ്ര ഏജൻസി പ്രധാനമായും പരിശോധിക്കുന്നത്. കേസിലെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിനെ ചോദ്യം ചെയ്യുന്നത് നിലവിൽ EDയുടെ സജീവ പരിഗണനയിലാണ്. എന്തായാലും ഇത്തരത്തിൽ മാധ്യമങ്ങളെ പോലും വെല്ലുവിളിച്ച് റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ രംഗത്ത് വന്നിരുന്നു. എങ്കിലും ഉയർന്നു വന്ന കാതലായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒളിച്ചുകളി തുടരുകയാണ്. ആരോപണങ്ങൾ തെളിയിച്ചാൽ 1 കോടി രൂപ പാരിതോഷികം നൽകാമെന്ന് ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ച ആന്റോയുടെ പോസ്റ്റിൽ നിറയെ വൈരുദ്ധ്യങ്ങളും യുക്തിസഹമല്ലാത്ത വാദങ്ങളുമാണെന്ന് വ്യക്തമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ഈ പോസ്റ്റിലൂടെ ആന്റോ പയറ്റുന്നതെന്നാണ് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ.